Hello everyone, I'm Anjana and welcome to my YouTube channel Makeover for Life. Makeover for Lifeന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ക്ലീനിങ് ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ബാത്റൂം ക്ലീനിങ് ടിപ്പാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട് എല്ലാ മുറികളും ഒരുപോലെ ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് കിച്ചണും ബാത്റൂമും ആയിരിക്കും. അപ്പം നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വീട്ടിലോട്ട് വരുവാന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് ക്ലീനിങ്ങിലുള്ള ടൈം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ടോയ്ലറ്റും അതേപോലെ വാഷ് ബേസിൻ കൗണ്ടറും വാഷ് ബേസിനും ടാപ്പും ഒക്കെ നല്ല വൃത്തിയായിട്ട് എങ്ങനെ വെക്കാം എന്നതിൻ്റെ ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ. ഞാനിത് ട്രൈ ചെയ്തിട്ട് എനിക്കൊരു നാച്ചുറൽ ഒരു ഭയങ്കര ഗ്ലോ കിട്ടി. നല്ല ഷൈനിങ് സർഫേസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഏത് ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അനുസരിച്ച് വേണം നിങ്ങളിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ബാത്റൂമിലെ ഒരു മേജർ കാര്യമാണ് നമ്മുടെ വാഷ് ബേസിൻ. നമ്മൾ യൂഷ്വലി അവിടെയാണ് കൈ കഴുകുന്നത്, മുഖം കഴുകുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്ത് അതിൻ്റെ ആ ഒരു ടാപ്പ് മാത്രമല്ല, ചുറ്റുമൊക്കെ ഒരു ബ്രൗൺ സ്പോട്ട്സ്, വൈറ്റ് സ്പോട്ട്സ് ഒക്കെ കാണാറുണ്ട്. അപ്പം അത് ഏറ്റവും വേഗത്തിൽ ജസ്റ്റ് 5 minutes മതി ഈ ഒരു കാര്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ലെമൺ. അതായത് നമ്മൾ കുറേ ലെമൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം എല്ലാം നമ്മൾ ഒരു ഫുഡിന് വേണ്ടിയോ ജ്യൂസിന് വേണ്ടി യൂസ് ചെയ്യത്തില്ലല്ലോ. അതിലൊന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്ലീനിങ്ങിന് എടുക്കാം. അപ്പോൾ ഒരു ലെമൺ സ്ലൈസ് ചെയ്തത്, പിന്നെ ഏറ്റവും നല്ലത് ബ്രഷ്. അപ്പോൾ ഇതിന് പറ്റിയത് നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ടൂത്ത് ബ്രഷ്, ഒരു പുതിയ ടൂത്ത് ബ്രഷ് ആണെങ്കിൽ നല്ലതായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് ഗ്ലൗസ്, കാരണം ചിലവർക്ക് അലർജി പ്രശ്നം ഉണ്ടാവും. പിന്നെ നമ്മൾ വാഷ് ബേസിൻ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഗ്ലൗസ് ഇടുന്നത് നല്ലതാണ്. ഗ്ലൗസ്, കുറച്ച് കിച്ചൺ ടവൽ, പിന്നെ വേണ്ടത് എസെൻഷ്യൽ ഓയിലാണ്. അപ്പം നമ്മൾ എസെൻഷ്യൽ ഓയിലൊക്കെ വേപ്പറൈസർ നമ്മുടെ വീട്ടിലൊക്കെ ഈ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ടല്ലോ. ഇതിൻ്റെ ഒരു 2-3 ഡ്രോപ്പ് വെച്ചിട്ട് ഫൈനലി നമുക്ക് ഈ കൗണ്ടർ ടോപ്സ് ഒക്കെ ഒന്ന് നല്ലതായിട്ട് നമുക്ക് അവിടേക്ക് ഒന്ന് ഇച്ചിരി ഒരു കിച്ചൺ ടവൽ ഇച്ചിരി ഡ്രോപ്സ് ഒഴിച്ചിട്ട് നമുക്ക് നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതൊരു ഫ്രാഗ്രൻസിന് വേണ്ടി മാത്രമാണ്. ഇത് ലാസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മെറി മിൻറ്റും ബ്ലിസ്ഫുൾ മാജിക്കുമാണ്. ഞാൻ യൂഷ്വലി മിൻറ്റിൻ്റെ എനിക്ക് മിൻറ്റ് ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യൂഷ്വലി മിൻറ്റ് ഫ്ലേവറാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ക്ലീനിങ് എന്ന് കാണിച്ചു തരാം. നമുക്ക് ഇനിയും ക്ലീനിങ് പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഗ്ലൗസ് ഇടാം. ഗ്ലൗസ് ഒക്കെ ഇട്ടു. ബാക്കി നമുക്ക് അടുത്ത ക്ലീനിങ് പ്രോസസ്സിലേക്ക് മാറാം. ലെമൺ എടുത്തു. 2 ലെമൺ ഉണ്ട് കേട്ടോ. ഒരു ലെമൺ 2 സ്ലൈസ് ആക്കിയിട്ട്, ഒന്ന് നമ്മുടെ ടാപ്പും പ്ലസ് വാഷ് ബേസിനും, മറ്റേത് ഇത്ര ചെറിയ സ്ലൈസ് മതി കൗണ്ടർ ടോപ്പിന്. അപ്പം നമുക്ക് ആദ്യമേ നമ്മുടെ ഈ ടാപ്പ് നോക്കാം. ശരിക്കും ഈ ടാപ്പിലൊക്കെ ഈ വൈറ്റ് സ്പോട്ട്സ് ഉണ്ട്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ വെള്ളം തെറിക്കുന്നതും അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇത്രയും വൈറ്റ് സ്പോട്ട്സ് വരുന്നത്. അപ്പോൾ ഞാൻ ടാപ്പിന് വേണ്ടിയിട്ട് ടാപ്പ് മാത്രം ക്ലീൻ ചെയ്യാനായിട്ടും പ്ലസ് ആ ടാപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്ത് വെച്ച് ക്ലീൻ ചെയ്യാമല്ലോ. ഈ അകവശം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ടാപ്പിലോട്ട് എടുക്കരുത് കേട്ടോ. നമ്മൾ ഈ ടാപ്പിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ബേസിൻ്റെ അകത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി അതിനുശേഷം നമുക്ക് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യും. അപ്പോൾ ഈ വാഷ് ബേസിൻ്റെ അകത്തും നന്നായിട്ട് ലെമൺ വെച്ച് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത് വാഷ് ബേസിൻ്റെ അകം നമുക്ക് ഈ ബ്രഷ് വെച്ച് ഒന്നുകൂടെ ഒന്ന് എഡ്ജസ് ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ വാഷ് ബേസിൻ ഏരിയ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കിച്ചൺ ടവൽ വെച്ചിട്ട് ബാക്കി ഭാഗം കൂടെ വെള്ളം വെച്ച് തുടച്ച് എടുക്കാം. ഓക്കെ, കിച്ചൺ ടവൽ എടുത്തു. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കുക. അങ്ങനെ നമ്മുടെ ആ ലെമൺ വെച്ചിട്ടുള്ള സ്ക്രബിങ് പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ എനിക്കറിയില്ല. നോക്കിയേ, ആ ഉണ്ടായിരുന്ന വൈറ്റ് സ്പോട്ട്സ് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. ഒരു ഒറ്റ വൈറ്റ് സ്പോട്ട് പോലും ഇല്ല. അതായത് അതിൻ്റെ ആ നാച്ചുറൽ ആ ഒരു സ്റ്റീലിൻ്റെ കളർ തന്നെയായി. ജസ്റ്റ് ലെമൺ വെച്ച് സ്ക്രബ് ചെയ്തു. കുറച്ചൊരു 5 minutes അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചൺ ടവർ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ക്ലീനായിട്ട് ഡ്രൈ ചെയ്തെടുത്തപ്പോൾ നല്ല ക്ലീനായി. ഇനി എന്താണെന്ന് വെച്ചാൽ ബാക്കി സിങ്കിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പും കൂടി
ക്ലീൻ ചെയ്ത പരിപാടി നിർത്താം. ഇനി അടുത്ത മറ്റേ ബാക്കി ഉണ്ടായിരുന്ന സ്ലൈസ് വെച്ചിട്ട് കിച്ചൺ കൗണ്ടർ, വാഷ് ബേസിൻ കൗണ്ടർ നന്നായിട്ട് ജസ്റ്റ്, ഇതൊരു ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം തന്നെ നല്ല ലെമണിൻ്റെ സ്മെല്ലുണ്ട് ഈ ഒരു ഏരിയ, ബാത്റൂം ഫുള്ള്. ഗ്ലാസ് ക്ലീനിങ് വേറെയാണ്. ഞാൻ ഗ്ലാസ്സിൽ ലെമൺ വെച്ച് ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഗ്ലാസ് ക്ലീനിങ് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. നമ്മുടെ വിൻഡോ ഗ്ലാസസും ഇതുപോലത്തെ നമ്മുടെ മിററും ഒക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇത് വെച്ച് സ്പ്രെഡ് ചെയ്യുമ്പം തന്നെ നല്ല ഒരു ലെമണിൻ്റെ ഫ്ലേവറാണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സോപ്പും ഡിറ്റർജൻറ്റും മറ്റ് എന്താ പറയുന്നത് അതിൻ്റെ ലിക്വിഡ് സോപ്പോ ഒന്നും വേണ്ട. ഈ ഒരു ടിപ്പ് മാത്രം മതി. കഴിഞ്ഞു. അത് ഒരു 5 minutes ലീവ് ചെയ്യുക. അതിനുശേഷം ഒരു 5 minutes അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം, കിച്ചൺ ടൗളിൽ ഇച്ചിരി വെള്ളം നനച്ച് വെക്കാം. ജസ്റ്റ് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പം ഈ വാഷ് ബേസിന് ചുറ്റുമുള്ളതും പ്ലസ് കൗണ്ടർ ടോപ്പിലുള്ളതും പ്രത്യേകിച്ച് ബ്രൗൺ സ്റ്റെയിൻസ് ആണ്. ബ്രൗൺ സ്റ്റെയിൻസ് അതേപോലെ നമുക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇനി ഏകദേശം ഞാൻ അതൊന്ന് 5 minutes ആവശ്യമുള്ളൂ. ഇനി ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ വന്നതിന് നമ്മുടെ ആദ്യം ക്ലീനിങ്ങിന് മുന്നേ ഉണ്ടായിരുന്ന ശരിക്കുള്ള വൈറ്റ് സ്പോട്ട്സ് ഒക്കെ പോയിട്ട് അതൊരു തിളക്കമുണ്ട്. ഓക്കെ, ഇനിയും ഇത് ഫുള്ള് ഇങ്ങനെ വൈപ്പ് ചെയ്തിങ്ങെടുക്കാം. ഇത് കണ്ടോ, ഞാൻ ആ കിച്ചൺ ടവൽ വേണേൽ കാണിച്ചു തരാം. ഇതിലുള്ള ആ ഒരു സ്റ്റെയിൻസ് കണ്ടോ, ഇത് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു സിട്രിക് ആസിഡിന് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാവാം. ലെമൺ ഇല്ലെങ്കിൽ ഓറഞ്ച് ഈസ് ഓൾസോ അനദർ ബെസ്റ്റ് റെമഡി. ഓറഞ്ച് വെച്ചിട്ട് നമുക്ക് ഈ ക്ലീനിങ് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ഒരു ടൈം കൂടുതൽ എടുക്കും. പക്ഷെ അല്ലായെങ്കിൽ നമുക്കൊരു 10 minutesൻ്റെ കാര്യമേ ഉള്ളൂ. കംപ്ലീറ്റ്ലി ഡ്രൈ ആക്കണം കേട്ടോ. തീരെ വെള്ളം, ഞാൻ എന്തുകൊണ്ടാണ് ക്ലീനിങ് കഴിഞ്ഞ് ഡ്രൈ ആക്കണമെന്ന് പറഞ്ഞത് വെച്ചാൽ നമ്മൾ എസെൻഷ്യൽ ഓയിൽ ഒഴിക്കുമ്പോൾ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് ടാപ്പ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുവാണേ. അപ്പോൾ ദേ നമ്മുടെ ക്ലീനിങ് ഏകദേശം എൻഡിലോട്ട് എത്തി. അതായത് ലെമണും കൊണ്ടുള്ള പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പം ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് പ്രോസസ്സ്, അതായത് നമ്മുടെ എസെൻഷ്യൽ ഓയിൽ. അത് സിനമൺ ഓയിലുണ്ട്, ഓറഞ്ച് ഓയിലുണ്ട്, ലെമണിൻ്റെ തന്നെ എസെൻഷ്യൽ ഓയിൽ കിട്ടും, മിൻറ്റിൻ്റെ ഉണ്ട്, ഒത്തിരി ഫ്ലേവേഴ്സ് ഉണ്ട്. ബ്ലാക്ക് വെൽവെറ്റ്, അങ്ങനത്തെ ഒരു ബ്ലാക്ക് വെൽവെറ്റ് കറണ്ട്, അങ്ങനത്തെ ഒരു ഫ്ലേവർ ഉണ്ട്. അതൊക്കെ നല്ല സ്മെല്ലാണ്. ഞാനപ്പോൾ ഇവിടെ തൽക്കാലം ഈ മെറിമിൻറ്റ് യൂസ് ചെയ്ത് തീരാറായി, കുറച്ചുകൂടി ഉള്ളൂ. പക്ഷേ ഈ മെറിമിൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മെറിമിൻറ്റിൻ്റെ ഫ്ലേവറാണ് എടുക്കുന്നത്. മിൻറ്റ് ഫ്ലേവർ ഭയങ്കരമായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്ക് തുടച്ചു വിടാം. അപ്പം ആ മിൻറ്റിൻ്റെ ഫ്ലേവർ കൂടെ ആയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്മെല്ലാണ്. ദ ഫൈനൽ പ്രോസസ്സ് ഇതാണ്, ദ ഫൈനൽ ഫിനിഷിംഗ് ടച്ച് ഇതാണ്. 1-2 ഡ്രോപ്പിൻ്റെ എസെൻഷ്യൽ ഓയിൽ, 1-2 ഡ്രോപ്പ് ഓഫ് എസെൻഷ്യൽ ഓയിൽ മാത്രം മതി, ഒത്തിരി വേണ്ട.
കഴിഞ്ഞു, ഇറ്റ്സ് ഡൺ. ഇപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, വാഷ് ബേസിനും കൗണ്ടർ ടോപ്പും നല്ല ക്ലീൻ ആൻഡ് വെരി ടൈഡി, ആ ഒരു നല്ല ഫ്രാഗ്രൻസും ഉണ്ട്. നൗ ഇറ്റ്സ് ഫൈൻ, ഡൺ. ഇനിയിപ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതെ, നമുക്ക് ഗസ്റ്റ് വന്നാലും നമുക്കൊരു ടെൻഷൻസ് ഇല്ല. ഇനിയിപ്പോൾ വീക്കെൻഡിൽ നമുക്ക് റുട്ടീൻ ക്ലീനിങ് വീക്കെൻഡ്സിലാണെങ്കിൽ ഈസി ആയിട്ട് ഈ ക്ലീനിങ് പരിപാടി കഴിഞ്ഞ് വേറെ പരിപാടിയിലേക്ക് പോവാം. അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഈസി ആയിട്ടുള്ള ലെമൺ കൊണ്ടുള്ള പ്ലസ് ഒരു ഫ്രാഗ്രൻസ് ഓയിലും കൊണ്ടുള്ള ഒരു ബാത്റൂം ക്ലീനിങ് ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ്, ഒത്തിരി സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതേപോലെ കുറച്ച് സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ക്ലീനിങ് ടിപ്പ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇനിയും കൂടുതൽ ക്ലീനിങ് ടിപ്സിനും ഓർഗനൈസേഷൻ ഐഡിയാസിനും ഒക്കെ ആയിട്ട് മേക്ക് ഓഫ് ഫോർ ലൈഫിൻ്റെ ചാനൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കാണണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ മറ്റ് മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ക്ലീനിങ് റെമഡീസോ ടിപ്സോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറൊന്നുമില്ല. എല്ലാവർക്കും ഒത്തിരി സന്തോഷങ്ങൾ നേരുന്നു. സീ യു ഓൾ സൂൺ ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ. ബൈ.